വായനയുടെ ഒരു സ്വർഗത്തിലേക്കൊന്ന് കടക്കുകയാണ്. വായനയുടെ സ്വർഗമെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം നിഗൂഢതകളായ പലതുമുണ്ട്. പക്ഷെ അതിനപ്പുറം ഇവിടെ വരുന്നത് ഈ ഇരിക്കുന്നതെല്ലാം ഓരോ രക്ഷിതാക്കളാണ്. അവര് ഇവിടെ വന്ന് അവരുടെ മക്കളെ ഇവിടെ പരിശീലനത്തിനൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് അല്പസമയം അവരെ ചെലവഴിക്കുന്നത് വായനയുടെ ലോകത്താണ്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ച ശേഷം മുന്നോട്ട് പോവാം. പേര്? ദിശ. ഇവിടെ വരുമ്പോ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വിവിധങ്ങളായ പുസ്തകങ്ങൾ വായിക്കുകയാണല്ലേ? പേര്? സിജോ. വായിക്കാറുണ്ട്. ഫൗസിയ. അപ്പൊ ഇവിടെ വരുമ്പോഴുള്ള സമയങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതുപോലൊക്കെ തന്നെ മോളെ ക്ലാസ്സിലിരുത്തുന്ന സമയത്ത് വായന നല്ലതാണല്ലോ വായന. അപ്പൊ ഞാന് നന്നായി വായിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പോ പുസ്തകങ്ങൾ എടുത്തിട്ട് വായിക്കും. അപ്പൊ നമ്മൾക്ക് അതൊരു പ്രചോദനാണ്. നമ്മളുടെ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണല്ലോ ഞങ്ങള്. അപ്പൊ അതിനൊക്കെ ഒരു സന്തോഷാണ് വായന. ഞാൻ കൂടുതലൊന്ന് ചോദിക്കുകയാണ്, ഒരുപക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നരുതുണ്ട്, വീടുകളിൽ ഇതുപോലെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ പല അമ്മമാരും നിരാശയിൽ, ഇപ്പൊ പേര് ഫൗസിയ മാമിനെ പോലെ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ പലർക്കും കിട്ടുന്നുണ്ടാവില്ല. ഇപ്പോ അങ്ങേ സംബന്ധിച്ച് വായിക്കുന്നുണ്ട്, ആ ഒരു ലോകത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ചില അമ്മമാർ ഒരുപക്ഷെ നിരാശയിലായിരിക്കും. എല്ലാം കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന തലങ്ങളിലേക്കൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരോടൊക്കെ എന്ത് പറയാനുള്ളത്? സത്യം പറഞ്ഞാല് നമ്മള് സ്വയം നമുക്ക് ഒരുപാട്, കാരണം നമ്മൾ ഇതിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിന്നാല് നമുക്കൊന്നും നേടാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള സൊസൈറ്റികളിലും നമ്മളെ ഫ്രണ്ട്സ് അതുപോലെയുള്ള ഇവരുമായിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ സണ്ണി സാറിനായിട്ട് സംസാരിച്ചപ്പോ, അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്, ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ചില സമയത്ത് നമ്മൾ തീർത്തും ഡൗൺ ആവും. പക്ഷെ ഞാനൊരു എന്താ പറയാ സംഘടനയിലും കൂടി വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിലും എനിക്കൊരുപാട് സംതൃപ്തി ഉണ്ട്. എനിക്ക് ഒരേ ഒരു മോളാണ്. പക്ഷെ അവളുടെ പ്രയാസങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് നടന്നിരുന്ന ആളാണ് ഞാൻ. പക്ഷെ എനിക്കിപ്പോ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇവിടെ വന്നപ്പോ കുറച്ചും കൂടി എനിക്ക് സാറിനെ ഭയങ്കര ഹാപ്പി അല്ലേ ഇവിടെ? അതെ, ഇങ്ങോട്ട് വരാന്ന് പറയുമ്പോ ആൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഒരു വർഷം സത്യം പറഞ്ഞാൽ വെറുതെ പോയി +2 കഴിഞ്ഞിട്ട്. ഇപ്പൊ വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ടും കൂടിയാണ് ഇവിടുത്തെ ടീച്ചർ ഒരാള്. അപ്പൊ ആളുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇങ്ങോട്ട് കാണുന്ന നമ്മുടെ അമ്മമാരോട് എന്താ പറയാനുള്ളത്? ചില അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കാരണം നമ്മള് ഇങ്ങനെ വേദനിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇതന്നെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നാല് നമുക്ക് മുന്നോട്ടൊരു യാത്രയില്ല. അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർ ഉപദേശം തരുമ്പോ അതിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. എനിക്കിപ്പോ സണ്ണി സാർ പറഞ്ഞത് എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അതിലൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അത് കേട്ടിട്ട് ഞാൻ സാർ പറഞ്ഞത് ഇന്ന്, നാളെ, ഇന്നലെ അങ്ങനെ മാത്രം ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് ദൈവവിശ്വാസമുള്ള ആളാണല്ലോ. അപ്പൊ ദിവസേന അങ്ങനെ പ്രാർത്ഥിക്കുക. എന്റെ നാളെ ഇന്നലെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട. പക്ഷെ ഇന്നലെ ആദ്യമൊക്കെ ഞാൻ ഇന്നലെകളെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കും. അങ്ങനെയൊക്കെ വിഷമിച്ച് അത് കുറച്ചും കൂടി മാറ്റങ്ങൾ അങ്ങനെ വരണം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആളാണ്. ഇപ്പൊ ഞാന് അങ്ങനെ ചിന്തിക്കുന്നില്ല. സത്യത്തില് ഈ 3 ദിവസം മാത്രമാണ് സത്യം പറഞ്ഞ എന്റെ മനസ്സിലിപ്പോ കഴിഞ്ഞു പോയത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ വരാൻ പോകുന്ന ആ ഒരു, അങ്ങനെ ദൈവം എനിക്ക് അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷം തരണം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഒത്തിരി സന്തോഷം കേട്ടോ. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മറ്റുള്ള മേഖലകളിലേക്കൊക്കെ ഞങ്ങളൊന്ന്